എല്ലാവർക്കും എൻ്റെ കിച്ചൺ ആൻഡ് കുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചീരത്തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം കുറച്ച് ചുവന്നുള്ളി ചെറുതായിട്ട് അരിയണം. അപ്പോൾ നമ്മൾ ചുവന്ന ചീരയാണ് ഉപയോഗിക്കുന്നത്. ഒരു അരക്കപ്പ് തേങ്ങ തിരുമിയത്, ഒരു 5 സ്പൂൺ ചുവന്നുള്ളി, 1 സ്പൂൺ വെളുത്തുള്ളി, 1 സ്പൂൺ ഇഞ്ചി, 1 സ്പൂൺ ജീരകം, പിന്നെ 1 സ്പൂൺ ചുവന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിക്കകത്തൊന്ന് അരച്ച് ഒരു 15 സെക്കൻഡ് ഒന്ന് അരച്ചെടുക്കുക. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് കടുക് വറുത്തിട്ട് കടുക് പൊട്ടുമ്പോഴത്തേക്ക് ചുവന്നുള്ളി ഇട്ടൊന്ന് ഇളക്കുക. നല്ലതൊന്ന് ഇളക്കുക. അതിനുശേഷം ആ മിക്സിക്കകത്ത് ആട്ടി വെച്ചിരിക്കുന്ന തേങ്ങാ മിക്സ് ഇട്ട് നല്ലോണം വേണം. അര സ്പൂൺ ഉപ്പും. ചുവന്ന ചീര എടുത്തിരിക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞ് 300 ഗ്രാമോളം ചെറിയ രീതിയിൽ അരിഞ്ഞ് വെച്ചിരിക്കണം. അത് നമ്മൾ ഇതിനകത്തോട് ചേർക്കണം. അതൊരു അരക്കപ്പ് വെള്ളം കൂടെ ചേർക്കണം. ഇത് നല്ല ചൂട്, ഒരു മീഡിയം ചൂടിലായിട്ടിരിക്കും. അരക്കപ്പ് വെള്ളം കൂടെ ചേർക്കണം. പിന്നെ ചീര 2 പാത്രമായിട്ടുണ്ട്. ആദ്യം 3/4 ഭാഗം ഇട്ടിട്ട് ഇളക്കണം. പിന്നീട് ബാക്കി ഭാഗങ്ങൾ ഇടണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ഇളക്കാവും. നല്ലോണം മിക്സ് ചെയ്യണം. നല്ലോണം മിക്സാവും. കുറച്ച് വെള്ളം ചേർക്കണം. എന്ന് വെച്ചാൽ ഈ നല്ല ചൂട് കയറുമ്പോൾ അത് റെഡിയായി വരും. അപ്പോൾ ഈ ചീര നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചാൽ നമ്മുടെ കണ്ണിനൊക്കെ ഏറ്റവും ഗുണമുള്ളതാണ്. അതിനുശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വേവിക്കണം. അത് ഒരു ലോ ഫ്ലെയിമിലായിരിക്കും. എന്നിട്ട് ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് നോക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കണം. വെള്ളത്തിൻ്റെ അളവ് നോക്കി വേണം. വെള്ളം ചീരയ്ക്കകത്ത് വെള്ളമുണ്ട്, എന്നാലും ശ്രദ്ധിച്ചോണം, അടിക്കി പിടിക്കുക. അങ്ങനെ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നല്ല ചീര. 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇളക്കാൻ നല്ല ടേസ്റ്റ് കിട്ടും.